10ാം ക്ലാസ് റിസൾട്ടൊക്കെ വന്നു. +2 കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്, ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് എടുത്തതിന്. അപ്പോൾ ഇന്ന് കൊമേഴ്സിലെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. കൊമേഴ്സിൽ മെയിൻലി 3 ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്: എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി. ഇതിൽ എക്കണോമിക്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ എക്സാമ്പിൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. നിങ്ങൾ വിശന്നിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ട്. ഈ 100 രൂപ വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ വിശപ്പ് എന്നുള്ള ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? ഈ 100 രൂപ വെച്ച് നിങ്ങളുടെ നീഡ് മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്ത് കഴിക്കാമെന്നല്ലേ? ഇത് തന്നെയാണ് എക്കണോമിക്സ്. ഇവിടെ നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ കയ്യിലെ ലിമിറ്റഡ് റിസോഴ്സസ് ആയ 100 റുപ്പീസ് വെച്ച് നിങ്ങളുടെ നീഡ് എങ്ങനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് നിങ്ങൾ ശ്രമിച്ചു. ഇതാണ് നമ്മൾ എക്കണോമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് പ്രോബ്ലം ഓഫ് ചോയ്സ്. പ്രോബ്ലം ഓഫ് ചോയ്സ് വരുന്നത് നമ്മുടെ റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും, എന്നാൽ നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള നമ്മുടെ ഓപ്ഷൻസും അൺലിമിറ്റഡ് ആണ്. ഇവിടെയാണ് നമ്മുടെ എക്കണോമിക്സിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ രസകരമായ രീതിയിൽ ഈ കൊമേഴ്സ് ജേണി ലക്ഷ്യ സ്കൂൾ പ്ലസിനോടൊപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മീ റോഷ്ന, ഫാക്കൽറ്റി ഓഫ് എക്കണോമിക്സ്, വെൽക്കമിങ് യു ഓൾ ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്.